മന്ത്രിമാർ അറിയാതെ ശബരിമലക്കൊള്ളം നടക്കില്ല. അത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച കൊള്ളയാണ് ശബരിമല കൊള്ള. അതിന്റെ സത്യങ്ങൾ പുറത്തു വന്നേ മതിയാകൂ. ഇത് പറയുന്നത് കെ മുരളീധരനാണ്. ഭക്തരുടെ ഹൃദയത്തിനാണ് മുറിവേറ്റിരിക്കുന്നത്. അവർ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങളും അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭക്തർക്ക് സഹിക്കാവുന്നതല്ല. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയുമല്ല, യുവതി പ്രവേശന സന്ദർഭം മുതൽ എടുത്തിരിക്കുന്ന നിലപാടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പലരെയും ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് എല്ലാവരും കുറ്റക്കാരാകുന്നത്. പക്ഷേ എന്ന് കരുതി കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിന്റെ നിഴലിലാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി പത്മകുമാറിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പക്ഷേ അവർ നിൽക്കുന്നില്ലല്ലോ. ഒരക്ഷരം പോലും പത്മകുമാറിന് വേണ്ടി പാർട്ടി മിണ്ടുന്നില്ലല്ലോ. കാരണം എന്താ? പത്മകുമാറിന്റെ വായിൽ നിന്നും സത്യങ്ങൾ പലതും പുറത്തു വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഇനി ആരെയും രക്ഷിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. കാരണം ഹൈക്കോടതി എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയേനെ എന്നും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മന്ത്രി ആ ഫയല് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ചു എന്നാണ് പത്മകുമാറിന്റെ മൊഴി. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു, മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല. ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ. കടകംപള്ളി മാത്രമല്ല, വാസവനിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ ഇത് നേരത്തെ ആവിയായി പോയത്. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത്. അത് ഏത് മതമാണെങ്കിലും ശരി, മതവികാരങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അപ്പോൾ അതിൽ എലക്ഷൻ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരിക്കലും എലക്ഷൻ ഇത് നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് ഭക്തരുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. അതായത് അവർ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങളും അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതല്ല. ഈ സ്വർണ്ണക്കൊളയിൽ പല അയ്യപ്പ ഭക്തന്മാരുടെയും ഹൃദയങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോഴും മാത്രമല്ല, യുവതീ പ്രവേശന സന്ദർഭം മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം അതാണ്. കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് എന്ന് കരുതിയിട്ട് അത് അദ്ദേഹം പ്രതിയാവണമെന്നില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് എന്ന രീതിയിലുള്ളൊരു മറുപടി അദ്ദേഹം നൽകുന്നത്. ഗോവിന്ദൻ മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളുണ്ട്. അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല. അത് മാഷ സിദ്ധാന്തമാണ്. മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിൻ്റെ നിഴലാണ്. അവിടെയാണ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടത്. പക്ഷേ പത്മകുമാറിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മകുമാർ പല കാര്യങ്ങളും വിളിച്ചു പറയും എന്നുള്ള ഭയം കൊണ്ടാണ്. ഇപ്പോൾ കടകംപള്ളിയെ മുഴുവെടുക്കാൻ പോകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത്, തൊട്ട് മുമ്പുണ്ടായ പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ആണ് ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തേക്കുന്നത്. അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ലാന്ന്. അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രശാന്തിലേക്ക് അന്വേഷണം എത്തുമെന്ന് തോന്നുന്നുണ്ട്. പ്രശാന്തിലേക്ക് എത്തണം, വാസവനിലേക്ക് എത്തണം. ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല. ഇത് കൊള്ളയാണ്. ഭക്തരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച കൊള്ളയാണ്. ഈ സത്യം പുറത്തു വന്നേ മതിയാവും. പക്ഷെ വന്നു എന്നാണല്ലോ പത്മകുമാർ പറയുന്നത്. പത്മകുമാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വന്നു. അതിനാരെ അതിന് മേലെ ഒരു തെളിവുണ്ടോ? പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ. ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എല്ലാവരും ഇവിടെ ഒരു സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ, അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അതിയൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് വിമർശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വഞ്ചിയൂർ വാർഡിൽ UDF മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ
ഇന്നലെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി നടക്കുമ്പോൾ അദ്ദേഹത്തിനെയും അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ അനുയായികൾ, വഞ്ചിയൂർ ബാബുവിൻ്റെ അനുയായികൾ, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ പേരുണ്ട് ശങ്കരൻകുട്ടി നായരെന്ന്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി നായരായി. അത് ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണിനെ മാത്രമല്ല തല്ലിയത്, ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തല്ലി. അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരധികവും ഞങ്ങളുടെ വിമർശകരാണ് പലരും. പക്ഷേ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനലില്ല. അദ്ദേഹത്തിന് പോലും തല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ കേരളത്തിലും പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവരം ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഒരിക്കലും അക്രമത്തിലേക്ക് കൊണ്ടുവരുത്. ഇവിടെ ശക്തമായ മത്സരം നടക്കട്ടെ, ജനങ്ങൾ വിധി എഴുതട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. പക്ഷേ അതിന് പകരം പലരും പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ നിങ്ങൾ പലരും സർവേ നടത്താറില്ലേ? ഒരിക്കൽ വളകരയിൽ ഞാൻ 2ാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ 1ാം സ്ഥാനത്ത് പോകുന്നില്ലേ? 3ാം സ്ഥാനത്ത് പോകുന്ന ശ്രീകണ്ഠൻ 1ാം സ്ഥാനത്ത് പോകുന്നില്ല. അപ്പോൾ അതൊക്കെ പതിവാണ്. ചാനലിൻ്റെ ഇപ്പോൾ മനോരമ ഒരു ചാനലിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ. പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ പ്രവചനങ്ങൾ ശരിയാവും തെറ്റാവാം. പക്ഷേ അത് പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അക്രമം കാണിച്ചിട്ട് കാര്യമില്ല. അത് ദൗർഭാഗ്യകരമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത്. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്.